വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചു അല്ലേ? ഇന്ന് നമുക്ക് ചിഹ്നങ്ങൾ കൂട്ടി കുറച്ച് വാക്കുകൾ എഴുതാൻ പഠിക്കാം. ദീർഘം, വള്ളി, കെട്ടുപുള്ളി, ദീർഘം ഒക്കെ വെച്ച് നമുക്ക് കുറച്ച് വാക്കുകൾ എങ്ങനെ എഴുതാമെന്ന് പഠിക്കാം. അപ്പൊ എല്ലാവരും ബുക്കും പെന്നും എടുക്കുക. നമുക്കൊരു ഡിക്റ്റേഷനാണ് എല്ലാവരും എഴുതാൻ പോണത്. ഞാനൊരു വാക്ക് പറയും, നമുക്ക് ഒരുമിച്ച് എഴുതാം. ആർക്കൊക്കെ ശരിയാവും നോക്കാം. ദീർഘം, വള്ളി, പുള്ളിയൊക്കെ എങ്ങനെ ഇടണേന്നാണ് നമ്മൾ നോക്കണത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സ്വരാക്ഷരങ്ങൾ വെച്ചിട്ട് വ്യഞ്ജനാക്ഷരങ്ങൾ കൂട്ടി സ്വരാക്ഷരങ്ങളിൽ ചിഹ്നങ്ങളൊക്കെ എഴുതണതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഇനി നമുക്ക് അതിന്റെ വാക്കുകൾ പഠിക്കാം. അപ്പൊ എല്ലാവരും എഴുതിക്കോളൂ. ഫസ്റ്റ് ആദ്യത്തെ വേർഡ് ഞാൻ പറയും, നിങ്ങൾ അതുപോലെ എഴുതണം. അതിന് ദീർഘം വേണോ, പുള്ളി വേണോ, വള്ളി വേണോ എന്നൊക്കെ ആലോചിച്ച് വേണം എഴുതാൻ കേട്ടോ. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ഇതൊക്കെ എന്താണ്? സ്വരാക്ഷരങ്ങളാണ് ഇത് കേട്ടോ. സ്വരാക്ഷരങ്ങൾ വെച്ചിട്ട് ചിഹ്നങ്ങൾ നമ്മൾ എഴുതാൻ പഠിച്ചതാണ്. അപ്പൊ ആദ്യത്തെ വാക്ക് എഴുതിക്കോളൂ. കടൽ. കടൽ എങ്ങനെ എഴുതും? ക ഡ ഡ ഡ എൽ എൽ കടൽ. എല്ലാവരും എഴുതിയോ? കടൽ. കടലിന് ആരെയും ദീർഘം ഇട്ടിട്ടുണ്ടോ? കടലിന് ദീർഘം ഇല്ല കേട്ടോ. ക ഡ എൽ കടൽ. അടുത്ത വാക്ക് കാ വെച്ചിട്ടല്ലേ നമ്മളിപ്പോ പഠിച്ചു. ഇനി നമുക്കൊരു താ വെച്ചിട്ടൊരു വാക്ക് എഴുതിയാലോ? തണൽ. എഴുതിക്കോ, തണൽ. താ ദീർഘമുണ്ടോ തണലിന്? ഇല്ല. താ ന എൽ തണൽ. ഇനി അടുത്തത് കാട. ആ സ്വരാക്ഷരം വെച്ചിട്ടാണ് അടുത്ത് എഴുതാൻ പോണ്. കാട. കാട എങ്ങനെ എഴുതുക? എഴുതിക്കോ. കാട. അപ്പൊ കാക്ക് എന്തിടും നമ്മൾ? കാ എന്ന് പറയുമ്പോ നീട്ടി പറയുമ്പോ എന്താ നമ്മൾ എഴുതുക? ദീർഘം അല്ലേ? കാട. 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 അടുത്ത് താ വെച്ചിട്ടൊരു വാക്ക് എഴുതാം. താമര. താമര. താ ദീർഘണ്ടോ? ഉണ്ട്. താ നീട്ടി പറയല്ലേ നമ്മള്? താ അപ്പൊ ഒരു ദീർഘം. മ ര ദീർഘണ്ടോ? ഇല്ല. താമര. താ നീട്ടി പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ദീർഘം ഇട്ടത്. കാ നീട്ടി പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ദീർഘം ഇട്ടത്. ഇവിടെ വെറുതെ എൽ. അപ്പൊ ഇതിന് ദീർഘം ഇല്ല. തണൽ. കടൽ. കടൽ. കാട. താമര. അടുത്തത് ഇനി നമുക്ക് ഒരു വള്ളി വെച്ചിട്ട് പറയാം. ഈ സ്വരാക്ഷരം കൂട്ടി എഴുതണത് ഒരു വാക്ക് പറയാം. കിണർ. കിണർ. കീ പറയുമ്പോ ഏത് ചിഹ്ന നമ്മൾ ഇടുക? കീ പറയുമ്പോ ദീർഘാണോ? അല്ല. പിന്നെ ഈ വള്ളി. കീ. കാക്കി വള്ളി ഇടുമ്പോഴാണ് കീ. നാക്കി ദീർഘമുണ്ടോ? ഇല്ല. എർ. നാക്കി ദീർഘമില്ല. നാടെ അടുത്ത് നമ്മൾ നാന്നൊന്നും പറഞ്ഞിട്ടില്ല. എർ. കിണർ. അപ്പോ വള്ളി. കിണറിന് വള്ളി ഇടണം. അടുത്ത വാക്ക് താ വെച്ചിട്ടൊരു വാക്ക് പറയാം. തിര. തീ എന്ന് പറയുമ്പോ ഏത് ചിഹ്നം ഇടുക നമ്മള്? തീ. വള്ളി. തീ. താ കഴിഞ്ഞ് വള്ളിയിട്ട തീ.
ര തിര തിര. വള്ളി ഇവിടെ വള്ളി. ഇനി നമുക്ക് കീ ഈ വെച്ചിട്ട് ഈ സ്വരാക്ഷരം വരുന്ന ഒരു വാക്ക് പറയാം. ഈ വെച്ചൊരു വാക്ക് എഴുതാം. കീരി കീ കീ പറയുമ്പോ കെട്ടുവള്ളി. കീരി രാ വള്ളി രി. കീരി കീ പറയുമ്പോ കെട്ടുവള്ളി കീരി. ഇനി താ വെച്ച് ഒരു വാക്ക് എഴുതാം. തീരം തീ പറയുമ്പോ എന്തെഴുതും? കെട്ടുവള്ളി തീ രാ തീരം തീ. അടുത്തത് ഊ സ്വരാക്ഷരം വരുന്നത്. വ്യഞ്ജനാക്ഷരത്തിന്റെ കൂടെ ഊ സ്വരാക്ഷരം കൂട്ടുമ്പോ ഉള്ള ഒരു വാക്ക് പറയാം. കുളം ഊ. കായും ഊയും കൂടുമ്പോ കുളം. കുളം എങ്ങനെ എഴുതാ നമ്മള്? കൂ പറയുമ്പോ ഏത് ചിഹ്നം ഇടുക നമ്മള്? പുള്ളി. കൂ കുളം. അടുത്തത് തുമ്പി. തൂ പറയുമ്പോ എന്തെഴുതും? ഈ ചിഹ്നം പുള്ളി. ബി തുമ്പി. അടുത്തത് ഊ സ്വരാക്ഷരം വെക്കുന്ന ഒരു വാക്കാണ് പറയാൻ പോകുന്നത്. കൂമൻ. കൂമൻ പറയുമ്പോ എന്താ എഴുതാ? കൂ പറയുമ്പോ ഏത് ചിഹ്നം ഇടുക? കെട്ടുപുള്ളി. ഒരു പുള്ളി ഇട്ടിട്ട് അതും കൂടെ തന്നെ ഒരെണ്ണം കൂടി. എൻ ചില്ലാക്ഷരം നമ്മൾ പഠിച്ചതല്ലേ? എൻ. കൂമൻ. ഇനി താ വെച്ചിട്ട് ഒരെണ്ണം പറയാം. തൂൺ. എങ്ങനെ എഴുതും? തൂ പറയുമ്പോ പുള്ളി ഇട്ടിട്ട് കെട്ടുപുള്ളി. തൂൺ. എഴുതിയോ എല്ലാവരും? തൂൺ. ഈ ചിഹ്നാണ് വരിക. തൂ നൂ പൂ എന്ത് പറഞ്ഞാലും ഈ കെട്ടുപുള്ളിയാണ് ഇടുക. പിന്നെ പുള്ളി വരുന്നത് കായിട്ടിട്ട് പുള്ളി ഇടുമ്പോ കുളം. തുമ്പി. കെട്ടുപുള്ളി ഇടുമ്പോ കൂമൻ. തൂൺ. അടുത്ത നെക്സ്റ്റ് വേർഡാണ്. അടുത്ത അക്ഷരം നമ്മൾ എന്താണ് എഴുതുന്നത്? റ് വെച്ചിട്ടുള്ള ഒരു വാക്കാണ് അടുത്തത് എഴുതാൻ പോണത്. എഴുതിക്കോളൂ. കൃഷി. എല്ലാവരും എഴുതിയ കൃഷി. കൃ എങ്ങനെ എഴുതും? ഷീ പറയുമ്പോ എന്താ എഴുതാ? വള്ളി. കൃഷി. അടുത്ത വേർഡ് തൃണം. എങ്ങനെ എഴുതും? ഏതാണ്? പറയുമ്പോ എന്താ എഴുതാ? 0 തൃണം. കൃഷി. ഇനി അടുത്ത വാക്കാണ് കെണി. എങ്ങനെ എഴുതും നമ്മള്? കെണി വരുമ്പോ എ സ്വരാക്ഷരാണ് വരുന്നത്. എയുടെ ചിഹ്നാണ് വരുന്നത് കെണിക്ക്. എന്ന് പറയുമ്പോ കാം കൂടി ഇടാം. അപ്പൊ
നാ. നീ പറയുമ്പോ വള്ളി, കെണി. ഇനി താ വെച്ചിട്ടൊരു വാക്കും കൂടി എഴുതാം. തെയ്യം. എഴുതിയ തെയ്യം. തേ. എ വരുമ്പോ എന്താ വരിക? ചിഹ്നം. ഇതിന്റെ കൂടെ താ എഴുതുമ്പോ തേ. യം. യ. അം പറയുമ്പോ 0. തെയ്യം, കെണി, തെയ്യം. അടുത്തത് ഏ. ഏയുടെ ചിഹ്നം എന്ത് വരും? ഏ. ഇതാണ് ഏയുടെ ചിഹ്നം. ഏ വെച്ചിട്ടൊരു വാക്ക് പറയട്ടെ. കേരളം. കെ. കേ. കെ. കാടെ കൂടെ ഏ ഇട്ടുമ്പോ കേ, രാ, ലാ, അം. അം എന്ന് പറയുമ്പോ 0. കേരളം. ഇനി താ വെച്ചിട്ടൊരു വാക്കും കൂടി പറയാം. തേങ്ങ. തേങ്ങ എങ്ങനെ എഴുതും? തേങ്ങ. തേ എന്ന് പറയുമ്പോ എങ്ങനെ ഇടും? ഏത് ചിഹ്നം ഇടും? ഇത്. തേ ഇട്ടിട്ട് താ. തേ ങ്ങ. തേങ്ങ. അപ്പോ ഏയുടെ ചിഹ്നാണിത്. ഏ പറയുമ്പോ ഈ ചിഹ്നം വരും. ഇതിനൊന്നും ദീർഘമില്ല. എ, കെ എന്നൊക്കെ പറയുമ്പോ ദീർഘമില്ല. നീട്ടി പറയുമ്പോ മാത്രമേ ദീർഘം വരുള്ളൂ. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഐ. ഐയുടെ ചിഹ്നം എന്താ പഠിച്ചേ നമ്മള്? ഐ വെച്ചിട്ടൊരു വാക്ക് പറയാം, എന്നിട്ട് ചിഹ്നം എഴുതാം. കൈത. കൈത നമ്മളെങ്ങനെ എഴുതും? ഐ എന്ന് പറയുമ്പോ ഇങ്ങനെ ഇട്ടു, വീണ്ടും ഒരെണ്ണം കൂടി ഇട്ടു. ഇതാണ് ഐയുടെ ചിഹ്നം. കൈത. അപ്പൊ ഈ 2 ചിഹ്നം ഇട്ടിട്ട് കാ ഇടുക. അപ്പൊ ഇതെന്ത് വായിക്കും? കൈ താ എഴുതി. അപ്പൊ എന്ത് വായിക്കും? കൈത. ഐയുടെ ചിഹ്നാണ് ഇത്. കൈത. ഇനി ഒരു വാക്ക് കൂടി എഴുതാം. താ വെച്ചിട്ട് കൂടി ഒരു വാക്ക് എഴുതാം. തൈര്. എഴുതിക്കോളെ എല്ലാവരും. തൈര്. തൈ എന്ന് പറയുമ്പോ ഇത് 2 പ്രാവശ്യം തൈ. ഐയുടെ കൂടെ താ കൂടെ എഴുതുമ്പോ തൈ. തൈര്. പറയുമ്പോ മോളില് ചന്ദ്രക്കല. തൈര്. അടുത്തത് ഓ വരുമ്പോ എന്ത് വരും? ഓ വെച്ചിട്ടൊരു വാക്ക് പറയാം. കൊടി. എങ്ങനെ എഴുതും? കോ. ഇതാണ് ഓടെ ചിഹ്നം. കോ. നടുക്കിൽ എഴുതുമ്പോ ഇതെന്ത് വായിക്കും? കോ ഡാ ഡി. വള്ളി ഡി. കൊടി. കോ എന്നൊക്കെ പറയുമ്പോ ദീർഘം വരും. കോ ഇത്തിരി നീട്ടിയിട്ടല്ലേ നമ്മൾ പറയുന്നത്? കോ. അപ്പൊ ദീർഘം. കൊടി. അടുത്തത് ഒരു വാക്കും കൂടി എഴുതാം. തൊടി. നീട്ടി പറയണ. ഓ ശബ്ദം വരുമ്പോ ദീർഘം. അപ്പൊ തൊടി എങ്ങനെ എഴുതും? ഓടെ ചിഹ്നം എന്താണ്? ഇത് രണ്ടുമാണ് ഓടെ ചിഹ്നം. അതിന്റെ നടുക്കിൽ താഴെ എഴുതുമ്പോ തോ ഡി. ഡാ. വള്ളിയിടുമ്പോ ഡി. തൊടി. തൊടി. അപ്പൊ ദീർഘം വരും. അടുത്തത് ഓ. ഇത് കോടെ ചിഹ്നം എന്താ? ഓടെ ചിഹ്നം എന്താണ്? ഓ. ഇതാണ് ഓടെ ചിഹ്നം. അപ്പൊ നമുക്കൊരു വാക്ക് എഴുതാം. കോഴി. ഓ ശബ്ദം വരുമ്പോ ദീർഘം. കോഴി. നരിക്കിൽ എഴുതുക. അപ്പൊ എന്ത് വായിക്കും? കോ. ഇത് രണ്ടുമാണ് ഓടെ ചിഹ്നം. കോ ഴി. എഴുതാറിയാലോ? ഈ പറയുമ്പോ വള്ളി ഈ. കോഴി. ഇനി നമുക്ക് ഒരു വാക്കും കൂടി എഴുതാം. തോഴി എങ്ങനെ എഴുതും? അപ്പൊ ദീർഘം. ഓ എന്ന് പറയുമ്പോ എന്നിട്ട് താന്നടിക്കലിട്ടാം
ഴ വള്ളി തോഴി. അപ്പൊ കൊടി തൊടി. കോ ദീർഘം വന്നു, ഓ വന്നപ്പോ. തോ ദീർഘം, ഓ എന്ന് പറയുമ്പോഴും ദീർഘം വന്നു, കോഴി തോഴി. അടുത്തത് ഔ. ഔ വെച്ചിട്ടൊരു വാക്ക് എഴുതാം. എല്ലാവരും എഴുതിക്കോ. കൗതുകം. കൗതുകം എങ്ങനെ എഴുതും? എഴുത്. കൗ കാ. ഔ പറയുമ്പോ ഏത് ചിഹ്ന വരാ? കൗ. കൗ. ഇനി കൗ എന്ന് പറഞ്ഞാലും തൗ എന്ന് പറഞ്ഞാലും ഈ ചിഹ്നം തന്നെ, നൗ എന്ന് പറഞ്ഞാലും ഈ ചിഹ്നം തന്നെ. എല്ലാത്തിന്റെ കൂടിയും ഈ ചിഹ്നം ഇട്ടാ അപ്പൊ കൗ നൗ തൗ അങ്ങനെ വായിക്കണം കേട്ടോ നമ്മള്. അപ്പൊ കൗതുകം. കൗ തുകം. താ തൂ പറയുമ്പോ ഏത് ചിഹ്നം? ഊന്റെ ചിഹ്നം ഏതാ? തൂ. കൗ തു കം. കാ അം പറയുമ്പോ 0. അപ്പൊ എന്താ വായിക്കിയത്? കൗതുകം. ഒരു വാക്കുകൂടി പറയാം. നൗക. നൗ. ഔ. ഔ പറയുമ്പോ എന്തിടും? നൗ ക. നൗക. അടുത്തത് അടുത്തത് വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോണത്. വെച്ചിട്ട് എല്ലാവരും എഴുതാൻ വെച്ചിട്ട്. ഹംസം. ഹംസം എങ്ങനെ എഴുതും? അമ്മിന്റെ ചിഹ്നം എന്താണ്? ഇതാണ് അമ്മിന്റെ ചിഹ്നം. ഒരു 0 ഇടാം. അപ്പൊ ആവും. ഹംസം. ഹ. പറയുമ്പോ 0. ഹം. സം. ഹംസം. അപ്പൊ എന്താ വായിക്ക? ഹംസം. അമ്മിന്റെ ചിഹ്നാണ് ഇത് രണ്ട്. അപ്പൊ ഹംസം. ഇനി ഒരെണ്ണം കൂടി പറയാം. അംബുജം. ബു പറയുമ്പോ ഈ ചിഹ്നം ജം. അങ്ങനെ എഴുതും. പറയുമ്പോ വീണ്ടും 0. അംബുജം. അപ്പൊ എല്ലാവരും ഏത് വാക്ക് കേട്ടാലും എഴുതാൻ പഠിക്കണം. ഈ ചിഹ്നങ്ങൾ വെച്ചിട്ട് എല്ലാവരും എഴുതാൻ പഠിക്കണം. ദീർഘം ഇടാതെ, ദീർഘം ഒന്നും തെറ്റി എഴുതരുത്. എല്ലാവരും വളരെ പതുക്കെ എഴുതി നോക്കണം. എല്ലാ വാക്കുകളും എഴുതി നോക്കിയിട്ട് പഠിക്കണം. അപ്പൊ എല്ലാവരും എല്ലാ വാക്കുകളും എഴുതി പഠിക്കുക. അപ്പൊ see you in the next class. Take care. Bye.